നിയമലംഘനം നടത്തിയ വാഹനത്തിന് പിഴ ചുമത്തിയ സംഭവത്തിൽ MVD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. വെരി ഗുഡ്. പ്രാർത്ഥന ഏറ്റു തുടങ്ങി. എന്റെ പൊന്നു ദൈവമേ, വളരെ നല്ല കാര്യം. ഇങ്ങനെയുള്ള ഓഫീസേഴ്സിനെ ഒക്കെ സസ്പെൻഷൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെങ്കിലും ഈ ആളെ സസ്പെൻഷൻ ചെയ്തതിൽ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക. ന്യൂസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. 5-ാം തീയതി രാവിലെ 11:30-ഓടെയാണ് MVD പിഴ ചുമത്തുന്നത്. പരിശോധനയിൽ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. നിയമവിരുദ്ധമായി ആഡംബര ലൈറ്റുകൾ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്നു. 7,000 രൂപ പിഴ ചുമത്തി. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ പിഴത്തുകയിൽ ഇളവ് നൽകുമെന്ന് പറഞ്ഞു. വാഹനത്തിന്റെ ഉടമ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. പൊല്യൂഷൻ ഇല്ലാത്തതിൽ ചുമത്തിയ 2,000 രൂപ 250 രൂപയാക്കി നൽകി. എന്നാൽ ഇതിന് പിന്നാലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ വാഹനത്തിന് പിഴ ചുമത്തി എന്ന തരത്തിൽ സംഭവം വിവാദമായി. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിയോട് സംഭവത്തിൽ പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. ഇപ്പോഴത്തെ എല്ലാ ചെറുപ്പക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ട ചാടി ഇറങ്ങി നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നാൽ അവരെ ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണമെന്ന് ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളാണ്. സോ അതുകൊണ്ട് വളരെ നല്ല കാര്യമാണ് ഈ പുള്ളിയുടെ സസ്പെൻഷൻ. നമ്മുടെ MLA അബിൻ വർക്കി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കിക്കേ. പ്രളയ സമയത്ത് വലിയൊരു ദുരന്ത സമയത്ത് നിൽക്കുകയാണ്. നമ്മൾ അവരോടൊരു സഹായം ചോദിച്ചാൽ അവർ ആ സഹായം തരാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഇതിന് ശേഷം പോകുമ്പോൾ ഒരു പിഴയിടുക എന്ന് പറഞ്ഞാൽ അത് തീർത്ത അനൗചിത്യപരമാണ്. സത്യമായിട്ടും വളരെ നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള സസ്പെൻഷൻ. ഇങ്ങനെയുള്ള വ്യക്തികളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. അപകടത്തിൽപ്പെടുന്നവരെ കാരുണ്യം തോന്നി ആശുപത്രിയിൽ എത്തിക്കുന്നവരെ കൂടി പ്രതിയാക്കിയ ഒരു കേസെടുപ്പ്. ഇതുകൊണ്ട് തന്നെ പെരുവഴിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരല്പം നന്മ ബാക്കി നിൽക്കുന്ന ഈ യുവതലമുറയുടെ ധാർമ്മിക ബോധം കൂടെ കെടുത്തി കളയല്ലേ സാറേ.